വിരുദ്ധരായി ആരോപിക്കുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാർ, ഏറ്റവും വലിയ പാണക്കാട് വിരുദ്ധന്മാർ, ഞാൻ ചോദിക്കട്ടെ, പരസ്യമായിട്ടാണത് പറയുന്നത്. എന്റെ ജീവിതത്തിൽ പാണക്കാട് തങ്ങന്മാർക്കെതിരെ, മുസ്ലിം ലീഗിനെതിരെ അരവരി പറഞ്ഞതായിട്ടോ എഴുതിയതായിട്ടോ ഒരു തെളിവ്, ഞാൻ ഈ പറഞ്ഞ വാക്ക് എന്നും നിലനിൽക്കും, റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ്, നിങ്ങൾക്ക് കൊണ്ടുവരാം. ഞാനിത് പറയുന്നത് ഈ പ്രവർത്തകരെ കുറിച്ച്, ഈ സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാരെ കുറിച്ച്, ഞങ്ങളെപ്പോലുള്ള വിനീതരായ പ്രവർത്തകരെ കുറിച്ച് ദുരാരോപണം ഉന്നയിക്കുമ്പോൾ 100 വട്ടം ആലോചിക്കണം. ഞാനത് ഏറ്റുപിടിക്കേണ്ടതുണ്ടോ? ഗൗരവമുള്ള വിഷയമല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയും, ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയും. പക്ഷെ ശരീഅത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ MSFന്റെ ചില ചെറുപ്പക്കാരായ കുട്ടികൾ രംഗത്ത് വരുമ്പോ തിരിച്ച് ഞങ്ങൾ ചെറുപ്പക്കാർ, സമസ്തന്റെ ഒപ്പം നിൽക്കുന്ന ചെറുപ്പക്കാരല്ലേ, ഞങ്ങൾ തിരിച്ചു മറുപടി പറയില്ലേ? അത് സ്വാഭാവികമാണ്. മുത്തലാഖ് നിരോധിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ പറയുമ്പോൾ കോടതി നിരോധിക്കുന്നതിന് മുമ്പ്, ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് നിരോധിക്കുന്നതിന് മുമ്പ് നിരോധിക്കണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അത് ശരിയല്ല, തെറ്റാണ്, മുത്തലാഖ് ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിച്ചതാണെന്ന് പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ലേ? ഇത്തരത്തിലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മുസ്ലിം ലീഗിനെതിരെ, പാണക്കാട് തങ്ങന്മാർക്കെതിരെ അരവരി എഴുതിയതോ ഒരു വാക്ക് വോയിസ് രേഖപ്പെടുത്തിയതോ ഒരു പ്രസംഗം നടത്തിയതോ ഒന്നും ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഞാൻ സൂചിപ്പിച്ചത് ഇവരൊക്കെ ചെയ്ത തെറ്റ് ഞങ്ങളൊക്കെ ചെയ്തിട്ട് സമസ്തന്റെ കൂടെ ഉറച്ചുന്നു, ദീന്റെ കൂടെ ഉറച്ചുന്നു എന്നുള്ളതാണ്. ആ തീരുമാനത്തിൽ ഇനിയും ഉറച്ചു തന്നെ മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. നമുക്ക് മരിച്ചു പോകണ്ടേ? ഇതൊന്നും ശാശ്വതമായ ജീവിതമല്ല. എത്ര നല്ല ചെറുപ്പക്കാരാണ്, 60-70 വയസ്സാകാൻ